ബ്ലെസ്സി സാറ് പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ചോറ് തിന്നുക എന്നുള്ളത് മലയാളികളുടെ ഒരു പൊതുവേ സ്വഭാവമാണ്. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പൊക്കെ ആളുകൾക്ക് നേരം വെളുത്തിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന ഒരു കാലമാണ്. അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാവുന്നത് വളരെ നന്നാവും എനിക്ക് തോന്നുന്നു. ഇവിടെ സിനിമ കാണാൻ പോകുമ്പോൾ 100 രൂപ ചിലവാകില്ല, 100 രൂപ കൊടുക്കാനുള്ള മടിയുണ്ടേ. ചിലപ്പോ ഒരു മനസ്സുഖം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യാനൊരു എന്താ അതിന് പറയാ, ഒരു ഉൾപ്രേരണ ഉണ്ടാവില്ല. ആ ഉൾപ്രേരണ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു അസുഖമാണ്. അവര് അവിടെ സ്ക്രീൻ റെക്കോർഡും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭലേ ഭേഷ് ഒന്നും പറയാനില്ല. അതെങ്ങനെയാണോ നടക്കുക. ഈ OTT ആണെങ്കിൽ കാശ് കൊടുക്കണമല്ലോ, OTT ആണെങ്കിൽ കാശ് കൊടുക്കണം. അപ്പൊ അത് മുടക്കാൻ മടിയുള്ള ആളുകളാണ് ഇതുപോലെയുള്ള വിക്രയങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർക്കാം. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആടുജീവിതത്തെക്കുറിച്ച് ഓൾറെഡി 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആടുജീവിതത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ചും, രണ്ടാമത്തത് നജീബ് ക ഫേസ് ചെയ്യുന്ന ആ ഒരു സെക്ഷൽ കോൺട്രവേഴ്സിനെ കുറിച്ചും ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമക്ക് കുറെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് അപ്പൊ അത് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് ബ്ലെസ്സി സാറിന്റെ, അതായത് ഇതിന്റെ ഡയറക്ടറുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. എന്താന്ന് വെച്ചാല് ബ്ലെസ്സി സാറ് പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസിന് എഗെയിൻസ്റ്റ്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാല്, നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് പറയുക, ഫ്രീ ആയിട്ട് ചോറ് തിന്നുക എന്നുള്ളത് മലയാളികളുടെ ഒരു പൊതുവേ സ്വഭാവമാണ്. അപ്പൊ ഈ ചോറ് തിന്നാൻ സഹായിക്കുക എന്നുള്ളത്, അതിനേക്കാൾ ഫ്രീ ആയിട്ട് ചോറ് തിന്നാൻ സഹായിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു സ്വഭാവമാണ്. അപ്പം ഈ തിയേറ്റേഴ്സിലൊക്കെ മൂവി കാണാൻ പോകുന്ന ആളുകള് അവരുടെ കൂടെ ഉണ്ടാവുന്ന ഒരു കുണാൻഡ്രിഫിക്കേഷൻ ആണ് ഈ സാധനം. അപ്പൊ ഇത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ആരും കാണുന്നില്ല എന്നുള്ള ധൈര്യത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കും. എന്നിട്ട് അതിന്റെ ഫേക്ക് പ്രിന്റുകൾ ഇറക്കിയിട്ട് അതങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ, അതായത് ടെലിഗ്രാമിൽ കുറെ ലിങ്കുകളിലൂടെ, അതിലും ചാനൽസിലൂടെ അങ്ങോട്ട് സ്പ്രെഡ് ആക്കും. അപ്പോൾ ഇതിൽ കിട്ടുന്ന മനസ്സുഖം എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അപ്പോൾ ഈ ബ്ലെസ്സി സാറൊക്കെ പറയുന്നുണ്ട്, ഏകദേശം 16 വർഷത്തെ ഇവരുടെ അധ്വാനമാണ് ആ ഒരു സിനിമ എന്നുള്ളത്. അതിനകത്ത് നമ്മുടെ പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണാൻ പറ്റും. അദ്ദേഹം പട്ടിണി കടന്നിട്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അറൌണ്ട് 35 kgs കുറച്ചിട്ടുണ്ട്. അത്രയും എഫേർട്ട് എടുത്തിട്ട്, അത് മാത്രമല്ല, എഫേർട്ട് എടുത്താൽ മാത്രമല്ല, കൊറോണയുടെ സമയത്ത് എഫേർട്ട് മൊത്തം വേസ്റ്റ് ആയിപ്പോയി. അത്രയും കുറച്ചാ തടി. ഇനി അതുകൊണ്ട് കാര്യമില്ല, കാരണം ഷൂട്ടിംഗ് നിർത്തിവെച്ചു. പിന്നെ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോയി. പിന്നീട് വീണ്ടും കൊറോണ ഒക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ ഓപ്പൺ ആയതിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും വെയിറ്റ് കുറച്ചിട്ട് വീണ്ടും സിനിമ ചെയ്ത്. അത്രയും എഫേർട്ട് എടുത്തിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിനാണ് ആളുകൾ ഇങ്ങനെ വില കുറച്ചിട്ട് ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസ് ക്ലെയിം ചെയ്യുന്ന രീതിയിൽ അതിനെ വില കുറച്ച് കാണുന്നത് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു അധ്വാനമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ചില സിനിമകൾക്ക് തിയേറ്റർ എഫക്റ്റിൽ തന്നെ കാണണം. അപ്പോഴാണ് അതിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തിയേറ്റർ എഫക്റ്റിൽ കാണുമ്പോഴാണ്. ആ തിയേറ്റർ എഫക്റ്റിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ കോപ്പി കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. ഒന്നാമതല്ല, സൗണ്ട് ഓക്കെ ആയിരിക്കില്ല. സൗണ്ടും അതുപോലെ ലിപ്സിംഗിങ് ഒക്കെ വേറെ ആയിരിക്കും. സൗണ്ട് വേറെ രീതിയിൽ പോകുന്നു, ലിപ്സിംഗിങ് വേറെ രീതിയിൽ പോകുന്നു, സീൻസ് വേറെ പോകുന്നു, സൗണ്ട് വേറെ പോകുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. രണ്ടാമത്തേത് ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും പ്രിന്റില്. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പൊക്കെ ആളുകൾക്ക് നേരം വെളുത്തിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ പ്രിന്റുകൾ അടിച്ചിറക്കിയിട്ട് അത് കാണുന്നതിലുള്ള സുഖം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനെ നെഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആസ്വദിച്ച് നിങ്ങൾക്ക് അറിയാം, എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ നെഗേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രിന്റ് കേസ് എന്ന് പറഞ്ഞാൽ, ആടുജീവിതം പോലെയുള്ള ഒരു വലിയ മാസ്റ്റർ പീസിനെ ഓസ്കാർ പോലും, കേരളക്കരയിലുള്ള ഒരുപാട് മനുഷ്യന്മാരെ ഓൾറെഡി അതിന് ഓസ്കാർ കൊടുത്തു കഴിഞ്ഞു. കാരണം അത്രയും മനോഹരമായിട്ടുള്ള സിനിമയാണത്. അതിന് ഓസ്കാർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത്രയും നല്ലൊരു സിനിമ കൊണ്ടുപോയിട്ട് പ്രിന്റ് എടുത്ത് അതിനെ നശിപ്പിച്ച് കളയുക, അതിൻ്റെ ഭംഗി നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാവുന്നത് വളരെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം ബ്ലെസ്സി സാർ പ്രസന്റ്ലി അതിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് അപ്പം എനിക്ക് തോന്നുന്നു, ആ ലേഡീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു പബ്ലിക് സെലിബ്രിറ്റിയാണ്. ഐ തിങ്ക് ഷീസ് എ സീരിയൽ ആക്ടർ. അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ പറയുന്നുണ്ട്, അവർ ഏതോ 11:45 ഒരു ഷോക്ക് പോയ സമയത്ത്
തൊട്ടടുത്ത് നിൽക്കുന്ന ആള് ക്യാമറ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അവരത് കൊണ്ടുപോയിട്ട് തിയേറ്ററിലുള്ള ആളുകളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു ആക്ഷനും ഉണ്ടായില്ല എന്നുള്ളതാണ്. സത്യത്തിൽ പലതും പല തിയേറ്റർ ഉടമകളും തിയേറ്റർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം ഇതിനെതിരെ കണ്ണടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. അപ്പം നമ്മളൊക്കെ പോകുന്ന തിയേറ്ററിനകത്ത് ഫുൾ കംപ്ലീറ്റ് മോണിറ്ററിങ് ആയിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കാലിങ്ങനെ കയറ്റി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വരും സെക്യൂരിറ്റി നമ്മളെ ചീത്ത പറഞ്ഞിട്ട് റെഡിയാക്കി ഇരുത്തും. പക്ഷെ അങ്ങനെ അല്ലാത്ത മോണിറ്ററിങ്, സ്ട്രിക്റ്റ് മോണിറ്ററിങ് ഇല്ലാത്ത തിയേറ്റേഴ്സും ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് തന്നെ അവിടെ നിന്നൊക്കെ ആയിരിക്കണം ഇതുപോലെയുള്ള പ്രിന്റുകളും സംഭവങ്ങളെല്ലാം വരുന്നത്. പിന്നെ മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ സിനിമ കാണാൻ പോകുമ്പോൾ 100 രൂപ ചിലവാകില്ല, 100 രൂപ കൊടുക്കാനുള്ള മടിയുണ്ടേ. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്നുള്ളത്. ഈ കണ്ടുപോരുന്ന ആളുകൾക്ക് കണ്ടുപോകുന്നാൽ പോരെ, അതിങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്തിനാ? ചിലപ്പോൾ ഒരു മനസ്സുഖം, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യാനൊരു എന്താ അതിന് പറയാം, ഒരു ഉൾപ്രേരണ ഉണ്ടാവില്ല. ആ ഉൾപ്രേരണ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു അസുഖമാണ്. അത് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റിന് കൂട്ടു നിൽക്കുമ്പോൾ ചില ആളുകൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും, ഒരു കൈൻഡ് ഓഫ് സ്വഭാവം. മറ്റുള്ളവരെ തല്ലുമ്പോൾ അതിൽ സന്തോഷം കാണുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ ഒരു സ്വഭാവമായിരിക്കും. മറ്റുള്ള ഒരാളുടെ ആർട്ടിനെ നശിപ്പിക്കുക, കലയെ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വലിയൊരു സന്തോഷം ഉണ്ടാവും. അപ്പം അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ബ്ലസ്സി സാർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതുപോലെ ഒരു തിയേറ്റർ ബ്ലൂ പ്രിന്റ് എടുത്തതിന്. പക്ഷേ അയാളുടെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് അങ്ങനത്തെ സംഭവം ഇല്ലയെന്ന്. പക്ഷെ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നൊരു പരിപാടി എന്താ പറയുക, വീഡിയോ കോൾ ചെയ്തിട്ട് അവർ കാണിച്ചു കൊടുക്കാം, മൂവി കാണിച്ചു കൊടുക്കുക. അപ്പം ഇവരെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നില്ല, അപ്പുറത്തേക്ക് നാള് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിനിമ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ ഒരുപാട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, പ്രൈമറി ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിനകത്ത് വീഡിയോ കോൾ ചെയ്ത ആൾ ഫോണിനകത്തൊന്നുമില്ല. പക്ഷെ അപ്പുറത്ത് വീഡിയോ കോളിൽ ഇപ്പുറത്തേക്കുന്ന ആൾക്ക് എന്തുണ്ട്, അത് കാണുകയും ചെയ്യുക, റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഒരു ടിക്കറ്റ് സേവായി. കാരണം എന്താ, വീഡിയോ കോൾ ചെയ്യുമ്പം കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ടിക്കറ്റ് എന്തായാലും സേവായി. പിന്നെ അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ അവർ അവിടെ സ്ക്രീൻ റെക്കോർഡും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭലേ ഭേഷ് ഒന്നും പറയാനില്ല. OTT പിന്നെ അതങ്ങോട്ടും ഇപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ലിങ്ക് എന്താണിത്, സ്ലിപ്പ് ഓഫ് ടങ്, ടെലിഗ്രാമിൽ ഒരുപാട് ലിങ്കുകളിലെല്ലാം ഇതിൻ്റെ ഒരുപാട് ചാനൽസിൽ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് വളരെ നഗ്നമായിട്ടുള്ളൊരു വസ്തുത. പക്ഷെ ഇതിപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒരു മനോഹരമായിട്ടുള്ളൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ആൾക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആർട്ട് സെറ്റാണല്ലോ, അതിൻ്റെ മനോഹാരിത, ആർട്ടിനെ, കലയെ ഇഷ്ടപ്പെടുന്ന, അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്കും ഇങ്ങനെയുള്ള തെറ്റുകൾക്കൊന്നും കൂട്ടി നിൽക്കാൻ പറ്റില്ല. അവരെന്തായാലും അത് പോയി കാണും. അപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മൂവീസൊക്കെ പ്രിന്റ് കണ്ടാൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്കത് നേരിട്ട് പോയി കാണും, അതാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കോമെന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഓക്കെ, ഇതൊക്കെ ഈ പടത്തിന് മാത്രമല്ലടോ, എല്ലാ പടത്തിനും ഉണ്ട്. ഓൺലൈൻ സെയിം ടൈം റിലീസ് ചെയ്യാനുള്ള രീതിയിൽ ഭാവിയിൽ ഉണ്ടാവണം, അല്ലാതെ ഇത് തടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഈ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇത് തടുക്കാനൊന്നും പറ്റില്ല, സെയിം ടൈം തിയേറ്ററിലും അതുപോലെ തന്നെ OTT-ലും റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാണോ നടക്കുക? ഈ OTT-ൽ ആണെങ്കിലും കാശ് കൊടുക്കണമല്ലോ, OTT-ൽ കാണണമെങ്കിൽ കാശ് കൊടുക്കണം. അപ്പം അത് മുടക്കാൻ മടിയുള്ള ആളുകളാണ് ഇതുപോലെയുള്ള വിക്രയങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർക്കാം. അടുത്തത്, ബാൻ ഇലക്ട്രോണിക് മീഡിയ ഇൻസൈഡ് തിയേറ്റേഴ്സ്. ഇതൊക്കെ വല്ലതും നടക്കുമോ? ബാൻ ഇലക്ട്രോണിക് മീഡിയ എന്ന മൊബൈൽ ഫോണ്, ക്യാമറ സംഭവങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിനകത്ത് പോവാന്ന് നടക്കുന്ന കാര്യമല്ല. പിന്നെ നെക്സ്റ്റ്, ആ പടം മാത്രമല്ല, അന്നന്ന് ഇറങ്ങുന്ന ചെറുതും വലുതുമായ എല്ലാ മൂവിയും ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ പ്രിന്റ് ഇറങ്ങാറുണ്ട്. വ്യക്തമായും ശക്തമായും ഒരു നടപടി പോലും അതിനെതിരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വലിയ പേരുള്ള സിനിമകളുടെ പ്രിന്റ് ഇറങ്ങുമ്പോൾ മാത്രം എന്തേലും കാട്ടിക്കൂട്ടലുകൾ അധികാരികൾ നടത്തുന്നു. പണ്ടേ ഇറങ്ങി തിരിച്ചിരുന്നു എങ്കിൽ 90% തുടച്ചു നീക്കാൻ അധികാരികൾക്ക് പറ്റുമായിരുന്നു. ഇന്ന് ആരെങ്കിലും ചത്താൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന നിലപാടാണ്. അതുകൊണ്ട് ഒരു തേങ്ങയും അധികാരികൾ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള മേ ബി സംവാട്ട് കറക്റ്റാ. ഇതെന്താ അറിയോ, വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ അത് പ്രിന്റ് എടുത്താൽ മാത്രമേ കോളികളൊക്കെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് വളരെ കറക്റ്റാ. ഇപ്പം ആടുജീവിതം സിനിമ ഇറങ്ങി, അത് പ്രിന്റ് എടുത്തത് ഇഷ്യൂ ആയി, ബ്ലസ്സി സാർ കേസ് കൊടുത്ത് ഒരാളെ പൊക്കി, വേറെ കുറേ സോഷ്യൽ മീഡിയയിലെ ആളുകൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. ഞാൻ പോലും വീഡിയോ ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പക്ഷെ അതല്ലാത്ത സിനിമകൾ, പാവം 8-10 കഞ്ഞി കുടിക്കുന്ന സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതിന് പ്രിന്റ് പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും ആരും മൈൻഡ് ആക്കുന്നില്ല എന്നുള്ളത് ഇയാൾ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആട്ടോ. നെക്സ്റ്റ്, ഐ ആം ഇൻ ബഹ്റൈൻ. ഇവിടെ റിലീസിംഗ് ഡേ ആടുജീവിതം ബാൻഡ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ മോർണിംഗ് ആണ് റിലീസിംഗ് പെർമിഷൻ കിട്ടിയത്.
3rd April തിയേറ്റർ റിലീസ് എന്ന് ന്യൂസ് വന്നത്. ബട്ട് ഇവിടെ 28 March ഈവനിങ് തന്നെ ഇവിടെ ന്യൂ ഫിലിം റിലീസ് ആകുന്ന സൈറ്റിൽ ആടുജീവിതം പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തിയേറ്റർ റിലീസ് ആകില്ല എന്ന് കരുതി എനിക്കറിയാവുന്ന പലരും ഇതിനോടകം ഫിലിം കണ്ടു കഴിഞ്ഞു. ഇത് ആടുജീവിതം എന്ന ഫിലിം മാത്രമല്ല, ആ സൈറ്റിലുള്ളത് മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം തുടങ്ങി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള എല്ലാ ഫിലിമും ആ സൈറ്റിൽ വരലുണ്ട്. OTT റിലീസിങ് കഴിയുമ്പോൾ HD പ്രിന്റും അതിൽ റിലീസ്ഡ് ആകാറുണ്ട്. ഞങ്ങൾ HD വന്ന ഫിലിം കാണാൻ ആ സൈറ്റിൽ കയറുന്നത്. ബട്ട് അതിൽ തിയേറ്റർ പ്രിന്റുകൾ കാണുമ്പോൾ ശരിക്കും സങ്കടം വരാറുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി ദ കേസ് ഓഫ് മലയാളം മൂവി, ഓൾ മൂവീസ് ഇൻ ഓൾ ഇൻഡസ്ട്രി. വളരെ കറക്റ്റ് കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. ഇത് പറയുന്നത് ബഹ്റൈനിലൊക്കെ ഇത് ആടുജീവിതം ബാൻഡായിരുന്നു, ആദ്യം ബാൻഡായിരുന്നു. ഇപ്പം ഈ ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് അതും പല അറബ് കൺട്രീസിൽ, സൗദി അറേബ്യ പോലെയുള്ള കൺട്രീസിലൊക്കെ ബാൻഡായിരുന്നു. സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാൻ, ഇസ്ലാമോഫോബിയ വളർത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ബാൻഡായത്. അപ്പം എന്തായാലും അതവിടെ റിലീസിന് അനുമതി കൊടുത്തപ്പോഴത്തേക്കും ഒരുപാട് പേര് ആ മൂവി കണ്ടു കഴിഞ്ഞു OTTയിൽ നിന്ന്. OTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT അല്ല, ഐ മീൻ ഇതുപോലെയുള്ള ചീള് കേസ്, അതായത് ടെലിഗ്രാം ചാനൽസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കോമെന്റ്, പ്രിന്റ് വേർഷൻ കൊണ്ടൊന്നും നല്ല ഫിലിമിനെ ബാധിക്കൂല. അത് വളരെ കറക്റ്റാണ്. എൻ്റെ ഒരു അഭിപ്രായം പ്രിന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ, അതായത് ക്വാളിറ്റി ഉള്ള നല്ല മൂവിയാണെങ്കിൽ അത് ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രിന്റ് കിട്ടിയതാ, ബട്ട് ഞാൻ കാണില്ല, ഇതെനിക്ക് തിയേറ്ററിൽ പോയി കാണണം. അത് വളരെ കറക്റ്റാണ് കേട്ടോ. പ്രിന്റ് കിട്ടിയിട്ടും കാണാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊന്നും പ്രിന്റ് കിട്ടിയാൽ കാണൂല. ഈ പടം പ്രിന്റ് കണ്ടിട്ട് കാര്യമില്ല, ഇറ്റ് ഡിസേർവ്സ് തിയേറ്റർ എക്സ്പീരിയൻസ്. അടുത്ത ആൾ കേട്ടോ. ടെലിഗ്രാം നിരോധിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ആടുജീവിതം മാത്രമല്ല, സിനിമകളുടെ എല്ലാത്തിൻ്റെയും വ്യാജന ഇറങ്ങുന്നുണ്ട്. തിയേറ്റർക്കാർക്ക് പങ്കില്ലാതെ എങ്ങനെ എടുക്കാൻ കഴിയും? അടുത്തിരിക്കുന്ന മറ്റുള്ളവർ കാണില്ലേ ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമാണ്. പക്ഷെ എന്താ സംഭവം, അടുത്തിരിക്കുന്ന ആളത് റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ, അതില്ല. പിന്നെ നെക്സ്റ്റ്, നെറികെട്ട ലോകമാടോ, ആ മനുഷ്യന്റെ 16 കൊല്ലത്തെ കഷ്ടപ്പാട് പോലും വില കൊടുക്കാത്ത കുറെ എണ്ണം. ഈ തിയേറ്റർ പ്രിന്റ് ഇറക്കിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. കർശനമായ ശിക്ഷ തന്നെ അവർക്ക് മേടിച്ചു കൊടുക്കണം. അടുത്ത ആള് പറയുന്നു, സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ അല്ല കേസ് കൊടുക്കാനുള്ളത്, അവർ കാരണം സിനിമയുടെ കളക്ഷൻ ഒന്നും ബാധിക്കാറില്ല. തിയേറ്റർ പ്രിന്റ് ഇറക്കുന്നതിനെതിരെ വേണം കേസ് കൊടുക്കാനുള്ളത്. തിയേറ്റർ ഇറക്കുമ്പോൾ ഒരുപാട് പേര് കാണുകയും അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കുകയും ചെയ്യും. വളരെ കറക്റ്റ് ആട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിനിടയ്ക്ക് ഈ മൂവി റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസ് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവർ മൂവി റിലീസിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത് മൂവിയുടെ കളക്ഷനെ ബാധിക്കുന്നുണ്ടെന്നുള്ള രീതി. സത്യത്തിൽ അവർ മൂവിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്നറിയോ, കളക്ഷനെ ബാധിക്കാനുള്ള റീസൺ മോശം സിനിമയാണെങ്കിൽ ഇത് മോശമാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ബാധിക്കുന്നുണ്ടെന്നുള്ള അതിനെതിരെ കുറേ കേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേണമെന്നാണ് ഞാൻ പറയാം കേട്ടോ. കാരണം എല്ലാം വലിച്ചു വാരി പോകേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ റിവ്യൂ നോക്കിയിട്ടാണ് നമ്മളൊക്കെ പോകാറുള്ളത്. അപ്പം ഇവർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് കമന്റ് ഈസ്, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാത്തവർ OTT റിലീസ് വരെ വെയിറ്റ് ചെയ്യുക. ഒരു യഥാർത്ഥ സിനിമ ആസ്വാദകൻ വ്യാജ പ്രിന്റ് കാണില്ല. വ്യാജൻ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അങ്ങനെ കുറേ മനുഷ്യർ എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. വ്യാജ സാധനം കാണാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഐ മീൻ ഉള്ള ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ ആയിട്ട് ചോറ് തിന്നാൻ ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. അധ്വാനിച്ച് ചോറ് തിന്നണം, അതിനാണ് വിലയുള്ളത്. അതേ മേത്ത് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവും. പക്ഷേ ആരാൻ്റെ ചോറ് കട്ട് തിന്നുന്നതും സന്തോഷമുള്ള ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഇത് കാണുന്നത് എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവണതകൾ നിർത്തുക. കാരണം പിന്നെ വ്യാജ പ്രിന്റ് എന്ന് പറയുന്നത് അവരുടെ അധ്വാനത്തെ വില കുറച്ച് കാണുന്ന ഒരു സംഭവമാണ്. അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യലാണ്. അപ്പം അങ്ങനത്തെ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. നിങ്ങളെ സുഹൃത്തുക്കളോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നല്ല സിറ്റിസൺസ് ആവുക എന്ന കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ അത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സംതൃപ്തി കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ കമന്റ് ബോക്സ് ഇസ് ഓപ്പൺ. താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.